CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചു. കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിന് പിന്നാലെയാണ് ഈ നടപടി. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചത്. അക്കൗണ്ടിൽ 5,10,00,000 രൂപ ഉണ്ടായിരുന്നു. 98 തുടങ്ങിയ അക്കൗണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല. പാർട്ടി നൽകിയ ആദായനികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല. ഇതിൽ 1 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-ന് 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. ഈ പണം ചെലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസാണ് പണം പിൻവലിച്ചത്. ഈ പണം ചെലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാനും ആവശ്യപ്പെട്ടു. കരുവന്നൂർ ബാങ്ക് കേസിൽ ED ചോദ്യം ചെയ്ത MM വർഗീസിൽ നിന്നും ആദായനികുതി വകുപ്പും മൊഴിയെടുത്തു. തൃശൂരിലെ CPM അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദായനികുതി വകുപ്പ് തേടിയത്. കൊച്ചിയിലെ ED ഓഫീസിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. CPMന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച് ഇന്നലെ EDയുടെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഈ വേളയിലാണ് ED ഓഫീസിലെത്തി ആദായനികുതി വകുപ്പും വിവരങ്ങൾ ശേഖരിച്ചത്. CPM പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ 2 ദേശസാൽകൃത ബാങ്കിൽ IT വിഭാഗം ഇന്നലെയും പരിശോധന നടത്തിയിരുന്നു. അതേസമയം ഒന്നും ഒളിപ്പിക്കാനില്ലെന്നും നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകളെന്നുമാണ് ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറയുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൗണ്ടുണ്ട്. EDയുടെയും ആദായനികുതി വകുപ്പിന്റെയും നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടെന്നാണ് വർഗീസിന്റെ ന്യായം. ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും വർഗീസ് പറഞ്ഞു.